ആറന്മുളയിൽ നിന്ന് ഈ യാത്ര ഞങ്ങളുടെ കോട്ടയവും കടന്ന് എറണാകുളത്ത് തൃക്കാക്കരയിലേക്ക് പോവുകയാണ്. തൃക്കാക്കരയപ്പനെ കാണണ്ടേ? തൃക്കാക്കരയപ്പൻ ഓണത്തിന്റെ പ്രധാനപ്പെട്ട കക്ഷിയാണ്. എറണാകുളം കോട്ടയം ജില്ലകളുടെയൊക്കെ ഭാഗങ്ങളിൽ ഓണപ്പൂക്കളത്തിൽ തൃക്കാക്കരയപ്പൻ വളരെ പ്രധാനപ്പെട്ട ആളാണ്. നിങ്ങളുടെ നാട്ടിലുണ്ടോ തൃക്കാക്കരയപ്പനെ വെക്കാറുണ്ടോ? കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷേ ഞങ്ങളുടെയൊക്കെ നാടുകളിൽ തൃക്കാക്കരയപ്പൻ പ്രധാനപ്പെട്ട ആളാണ്. ദാ തിയോഫിനുണ്ട്, രാവിലെ നല്ല കുപ്പായമൊക്കെ ഇട്ട് ഓണക്കോടിയൊക്കെ എടുത്ത് മുണ്ടൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്, തിളങ്ങി നിൽക്കുകയാണ്. തിയോഫിൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണം. ഹാപ്പി ഓണം മനു, ഉമ, ഹാപ്പി ഓണം. അപ്പോൾ എങ്ങനെയുണ്ട് കൊച്ചിക്കാരുടെ ഓണം? കൊച്ചി വൈബാണോ? മനു, കൊച്ചിയിൽ ഓണം വൈബാണെങ്കിൽ കൂടി നമ്മൾ തൃക്കാക്കരയിലാണുള്ളത്. തൃക്കാക്കരയിലെ ഓണം നമുക്ക് ആ രീതിയിലൊരു വൈബല്ല, ആഘോഷമല്ല. ഇവിടെ ചടങ്ങിനാണ് പ്രാധാന്യം. ഒപ്പം തൃക്കാക്കര അപ്പനെ ഇല്ലെങ്കിൽ ഓണമില്ല. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ കേരളത്തിലൊരു പ്രത്യേകതയാണ് തൃക്കാക്കര അപ്പനെ തിരുവോണ നാളിൽ ഈ ഓണക്കളത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന്. അതിനൊരു പ്രത്യേക രൂപം കൂടിയുണ്ട്. തെക്കൻ കേരളത്തിലെ തൃക്കാക്കര അപ്പൻ ഉണ്ടെങ്കിൽ കൂടി അതിനങ്ങനെ ഒരു നിശ്ചിത രൂപം ഇല്ല. ഇവിടെ കളിമണ്ണിൽ തയ്യാറാക്കിയ ഒരു പ്രത്യേക രൂപം അത് കളത്തിൽ ഉണ്ടെങ്കിൽ, ഓണക്കളത്തിൽ പൂക്കളത്തിലേക്ക് വെക്കുമ്പോൾ മാത്രമാണ് ആ തിരുവോണ നാളിലെ തിരുവോണ പൂക്കളമാവുകയുള്ളൂ. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഒപ്പം തൃക്കാക്കര അപ്പൻ ഇല്ലാതെ തന്നെ ഓണമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തൃക്കാക്കര ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രമാണ്. ഭാരതത്തിലുള്ള അപൂർവം വാമനമൂർത്തി ക്ഷേത്രങ്ങൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് തൃക്കാക്കര. ആ തൃക്കാക്കര അപ്പൻ ഇല്ലാതെ ഓണമില്ല എന്നതുകൊണ്ട് തന്നെ തൃക്കാക്കര ക്ഷേത്രത്തിലേക്ക് വലിയ ജനത്തിരക്കാണ്. രാവിലെ മുതൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിലും ഒക്കെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിന് വേണ്ടി ആളുകൾ എത്തും. ഇവിടെ പ്രധാന ചടങ്ങുകളുണ്ട്. ഇനി ഒരു 8 മണിയോടുകൂടി മാവേലിയെ വരവേൽക്കൽ ചടങ്ങുണ്ട്, അതാണ് പ്രധാനം. അതിനുശേഷം ആനകളൊക്കെ ഗജവീരന്മാർ അണിനിരക്കുന്ന മേളം കൂടി ഉണ്ടാകും. ആ മേളവും അതിനുശേഷം ഓണസദ്യയും, ഇതൊക്കെയാണ് പ്രധാനമായി തന്നെ ക്ഷേത്രത്തിൽ എത്തുന്നവർക്കെല്ലാം ഓണസദ്യ, വിഭവ സമൃദ്ധമായ ഓണസദ്യ ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണിത്. അതിനുവേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രം ഭാരവാഹികളൊക്കെ ചെയ്തിട്ടുണ്ട്. ദിവസങ്ങളായി എല്ലാം ഇതിനുവേണ്ടിയുള്ള, അതായത് തിരുവോണ നാൾ വരെയുള്ള ഒരുക്കത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം മണിക്കൂറുകൾ കാത്തു നിന്നാണ് ആൾക്കാർ ഈ ദർശനം നടത്തുന്നത്. നമ്മളിപ്പോൾ കാണുന്ന ക്ഷേത്രത്തിന് മുന്നിലാണ്. ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ ദർശനത്തിനായി കയറുന്ന ദൃശ്യങ്ങളാണ് ഇത്. ഈ ഒരു വരിയായി നിൽക്കുന്നുണ്ട് ആളുകൾ. ഈ വരി നമുക്ക് ഇവിടുന്ന് ചുറ്റിക്കഴിഞ്ഞാൽ, ഇവിടുന്ന് പുറകിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് അത് ചുറ്റി ക്ഷേത്രം വലം വെച്ച് അവിടെ നിന്ന് നമ്മൾ നിൽക്കുന്നതിന് പുറകിലൂടെ ഈ വരി ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് പിന്നിലേക്ക് പുറത്തേക്ക് നീളുകയാണ്. അത്രയും കാത്തു നിന്നാണ്, അതായത് 1 മണിക്കൂറിലധികം കാത്തു നിന്നാണ് ആളുകൾ ക്ഷേത്ര ദർശനത്തിനായി കയറുന്നത്. ഇപ്പോൾ ഇത്രയും തിരക്കാണെങ്കിൽ തന്നെ ഇത് മണിക്കൂറുകളായി ഇങ്ങനെ തുടരുന്നുണ്ട്. ഇനി ഉള്ള ഒരുക്കം എന്ന് പറയുന്നത്, ഇനിയത് ഇത്രയും സമയം കാത്തു നിൽക്കുന്നത് മാത്രമല്ല, ഇനിയുള്ള മണിക്കൂറുകളിലും നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കും. അത്രയും ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വരി നിൽക്കുന്ന ആളുകളൊക്കെ ഏറെ സമയമായി കാത്തു നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. ഇവർക്ക് ദർശനം നടത്തി, തൃക്കാക്കരയപ്പനെ കണ്ട് ദർശനം നടത്തി മടങ്ങാനുള്ളവരാണ്. ഒരുപാട് പേർ ഈ ദർശനം നടത്തിയ ശേഷം ഇവിടുത്തെ മറ്റ് ചടങ്ങുകളും ഒക്കെ കണ്ട്, ഈ മേളമൊക്കെ കണ്ട ശേഷം സദ്യയും കഴിച്ച് അവരും പലരും മടങ്ങുക, അതിനുവേണ്ടിയുള്ളൊരു കാത്തിരിപ്പിലാണ്. അങ്ങനെ എന്തായാലും ഇതിൻ്റെ തൃക്കാക്കര ക്ഷേത്രം ആണ് ഏറ്റവും കൂടുതൽ ഈ തൃക്കാക്കര ഓണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങ്. ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാന ക്ഷേത്രം എന്ന് തന്നെ നമുക്ക് തൃക്കാക്കര ക്ഷേത്രത്തെ പറയാം. കാരണം ഇവിടെ ഈ ക്ഷേത്രത്തിൽ തന്നെ മാവേലി വരവേൽക്കുന്ന ചടങ്ങാണ് ഇനി ഒരു പ്രധാന ചടങ്ങ്, ഓണത്തിൻ്റെ ഭാഗമായുള്ള. അതിനു വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ഈ ക്ഷേത്ര ദർശനം നടത്തിയ ശേഷം ഈ ഓണസദ്യ, അതായത് തൃക്കാക്കര നാട്ടിലുള്ളവർക്ക്, ഈ കരയിലുള്ളവർക്ക് പ്രത്യേകിച്ച് അവരെല്ലാം പരമാവധി ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തും. ഇവിടെ ദർശനമൊക്കെ നടത്തി ഓണത്തിൻ്റെ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങിൻ്റെ ഭാഗമായി ആ ക്ഷേത്ര ദർശനം അവിടെ പ്രാർത്ഥിച്ച് അതിനുശേഷം ഇവിടുത്തെ ചടങ്ങുകളും ഈ മാവേലി വരവേൽക്കലൊക്കെ കണ്ട ശേഷം ആയിരിക്കും ഇവർക്ക് മടങ്ങുക. അങ്ങനെ ഈ ഓണസദ്യയും കഴിച്ചാണ് വീട്ടിലേക്ക് മടങ്ങുക. അപ്പോഴാണ് ശരിക്കും തൃക്കാക്കരയിലെ ഓണാഘോഷം. ഒരുക്കത്തിലാണ് ആളുകളൊക്കെ. രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മനു, തീർച്ചയായും ഇവിടെ നമുക്ക് ഓണസദ്യ കഴിക്കാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ കമ്മിറ്റിക്കാരും നമ്മളെ അല്ലാതെ പോകാൻ അനുവദിക്കില്ല. എല്ലാ തവണയും മാധ്യമപ്രവർത്തകർ എത്തുന്നവരൊക്കെ ഇവിടുന്ന് കഴിച്ചു പോകണം എന്നുള്ളത് അവരും നിർബന്ധിക്കാറുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ പതിവാണ്. സദ്യയാണ് അത്. പഴയടം മോഹന നമ്പൂതിരിയാണ് ഇവിടെ സദ്യ ഒരുക്കുന്നതെന്ന് കൂടി നമുക്ക് എടുത്ത് പറയേണ്ടത്. വിളിക്കേണ്ടല്ല, ഇങ്ങോട്ട് എത്താമെങ്കിൽ എത്താം. എന്തായാലും 10 മണി കൂടി സദ്യ തുടങ്ങും. മനുവിന് എന്തായാലും ഇവിടെ നിന്ന് എന്തായാലും നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ മാധ്യമപ്രവർത്തകർക്കെല്ലാം ഇവിടേക്ക് സ്വാഗതമാണ്. അത് നേരത്തെ തന്നെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളതാണ്.
എന്തായാലും തിരുവനന്തപുരത്ത് മനുവിന് ഈ സമയത്തിനുള്ളിൽ എത്താൻ കഴിയുമെങ്കിൽ ഇവിടെ വന്ന് സദ്യ കഴിച്ച് മടങ്ങാം. എന്തായാലും വളരെ ആഘോഷമാണ്. പുറത്ത് നഗരത്തിൽ ആഘോഷം പൊടിപിടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഇന്നലെയൊക്കെ വലിയ തിരക്കിലായിരുന്നു. ആളുകളൊക്കെ സാധനങ്ങൾ ഇന്ന് സദ്യ ഒരുക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തിരക്ക്. പക്ഷെ ആളുകളോട് സംസാരിക്കാൻ പറ്റുമോ? അവരുടെ ഓണാഘോഷത്തെ കുറിച്ച് ഒക്കെ ചോദിക്കാൻ പറ്റുമോ? മനു, തീർച്ചയായും മനു, നമുക്ക് ആളുകളിലേക്ക് പോകാം. നമുക്ക് ഈ വരി നിൽക്കുന്ന ആളുകളിലേക്ക് തന്നെ പോകാം. അപ്പുറത്തേക്ക് നമുക്ക് ഒരല്പം നടന്ന്, കാരണം നമ്മൾ മഴയുള്ളത് കൊണ്ട് മാത്രം ഇവിടുത്തെ ഒരു പന്തലിന് സമീപത്തേക്ക് നമ്മൾ നീങ്ങിയതാണ്. അല്പം നമുക്ക് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടേക്ക് നമുക്ക് ആളുകളോട് സംസാരിക്കാം. കാരണം വന്ന് പരസ്പരം കണ്ട് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നവരുണ്ട്. ഒരുപാട് പേര് നമുക്ക് ഇവിടെ കാത്തു നിൽക്കുന്നവർ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഹാപ്പി ഓണം. അല്ലല്ല, ഞാൻ കായംകുളമാണുള്ളത്. അല്ല, ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതാണ്. ക്രൗൺ പ്ലാസയിൽ വെച്ച്. എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ക്രൗൺ പ്ലാസയിൽ വർക്ക് ചെയ്യുന്നതാണ്. രണ്ടുപേരും എങ്ങനെയുണ്ട് ഓണമൊക്കെ? നമുക്ക് ഡ്യൂട്ടി ഉണ്ട്. എന്നാലും രാവിലെ അമ്പലത്തിൽ വന്നിട്ട് പോകാന്ന് വിചാരിച്ചു. ഓണസദ്യ കഴിച്ചിട്ടാണോ പോവാ? നമുക്ക് അവിടെ തന്നെ ഉണ്ടല്ലോ. ഇന്ന് അവിടെ പരിപാടി ഉണ്ട്. അവിടെ തന്നെ ഇവിടുത്തെ സദ്യ കഴിക്കാൻ നിൽക്കുന്നുണ്ടോ? അത്രയില്ല, നമുക്ക് 10 മണിക്ക് ഡ്യൂട്ടി ഉണ്ട്. ഹാപ്പി ഓണം. അവർ രാവിലെ ജോലിക്ക് പോകേണ്ടവരാണ്. അതിന് മുമ്പ് ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നവരാണ്. ഇനിയുമുണ്ട് ആളുകൾ. നമുക്ക് അവരോട് ഇനിയും ചോദിക്കാം. ഒരു കുഞ്ഞുമായിട്ട് ഒരു കുടുംബം വരുന്നത്. ചേട്ടാ, എവിടുന്ന വരുന്നത്? അദ്ദേഹത്തിന് സംസാരിക്കാൻ സംശയമുണ്ട്. നമുക്ക് ഇനി ആളുകളുണ്ട്. ചേട്ടാ, നാണമാണ്. ഒരു കുഞ്ഞു കൂടെ. ചേട്ടൻ എവിടെ വരുന്നത്? ഞാൻ ആലുവ. എത്ര മണിക്ക് എത്തി? ഞാനൊരു 5 മണി 5:30 ആയപ്പോൾ എത്തി. കുടുംബം എല്ലാവരും ഉണ്ടോ? കുടുംബമില്ല, ഞാനും സുഹൃത്തും മാത്രമേ ഉള്ളൂ. എന്താ പേര്? കമൽരാജ്. എൻ്റെ പേര് സനൂപ്. എന്ത് ചെയ്യുന്നു രണ്ടുപേരും? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കാണ്. തൃക്കാക്കര അമ്പലത്തിൽ നേരത്തെ വന്നിട്ടുണ്ടോ? മുൻവർഷങ്ങൾ എല്ലാ കൊല്ലം വരാറുണ്ട്. ഇനിയിപ്പോ ഓണസദ്യ കഴിച്ചല്ലേ മടങ്ങുള്ളൂ? ഇല്ലില്ല, ഇനിയിപ്പോൾ ഓണസദ്യക്ക് വീട്ടിൽ നിന്ന് തന്നെ. വീട്ടിലെ കുടുംബവും അച്ഛനും അമ്മയും കുട്ടികളെല്ലാവരും ഉണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് വീട്ടിലാണ്. ശരി, ഹാപ്പി ഓണം രണ്ടുപേർക്കും. അവർ ക്ഷേത്രത്തിലെത്തണം. ഓണം ആയതുകൊണ്ട് തന്നെ ആ ഓണത്തിൻ്റെ ഒരു ചടങ്ങ് തൃക്കാക്കരപ്പനെ കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എല്ലാ വർഷവും എത്തുന്നവരാണ്. അവർ വന്ന് മടങ്ങുന്നതാണ്. ഇനിയും ഒരുപാട് പേരുണ്ട്. അതായത് കുടുംബമായിട്ട് ഒരുപാട് പേരുണ്ട്. ചേട്ടാ, ഒരു മിനിറ്റ്. കുമ്പളങ്ങി. എല്ലാ കൊല്ലം വരാറുണ്ടോ? ഇത്തവണ ഇനി സദ്യ കഴിച്ചിട്ടാണ് മടങ്ങുന്നത്? ഞങ്ങളുടെ നാട് തന്നെയാണ്. ഇവിടെ തന്നെയാണ് നാട്. അവർ വരുന്നത് കുമ്പളങ്ങിയിൽ നിന്നാണ്. ഇനിയും നിരവധി പേരുണ്ട്. ഇപ്പോൾ നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന ആളുകളൊക്കെ വരി നിന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, അതായത് ക്ഷേത്രത്തിൻ്റെ പുറത്ത് നിന്ന്, അപ്പുറത്തെ ക്ഷേത്ര, നമ്മൾ ആ നേരത്തെ നിന്നിരുന്ന സ്ഥലത്തിന് ഒരു നടപ്പന്തൽ പോലെ ഒരു സ്ഥലമാണ്. അതിന് പുറകിൽ ആണ് ക്ഷേത്ര കവാടം. ഇപ്പോൾ നമുക്ക് ആ കവാടത്തിന് അവിടെ നിന്ന് വരികൾ നിൽക്കുന്ന ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിയാം. ഇപ്പോൾ നമ്മൾ ആ കാണുന്ന ഭാഗത്ത് അതിന് പിന്നിലാണ് ക്ഷേത്ര കവാടം. ആ ക്ഷേത്ര കവാടത്തിന് പുറത്ത് നൂറുകണക്കിന് ആളുകൾ കാത്തു നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് വരി നിന്ന് ഇങ്ങോട്ട് വന്ന ശേഷം ഈ നടപ്പന്തലിൻ്റെ തൊട്ടടുത്ത് നിന്ന് ക്ഷേത്രം വലം വെച്ചാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. ഏകദേശം പതിയാണ് നീങ്ങുന്നത്. ഒരു മണിക്കൂറോളം കാത്തു നിന്നാണ് ആൾക്കാർ ക്ഷേത്ര ദർശനത്തിനായി അകത്തേക്ക് എത്തുന്നത്. അത്രയും സമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. വലിയ തിരക്കാണ്. രാവിലെ പുലർച്ചെ മുതൽ തന്നെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ. ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല രസമുണ്ട്. ഒക്കെ ഇഷ്ടപ്പെട്ടു. കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ.